ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് പ്രോബബിലിറ്റിയിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആർ 8 and 4 റെസ്പെക്റ്റീവ്ലി. കണ്ടുപിടിക്കേണ്ടതാണ് വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 കണ്ടുപിടിക്കണം. എക്സ് ഇസ് ഈക്വൽ 1 ആകുമ്പോഴുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? മീനും വേരിയൻസും ആണ് തന്നിരിക്കുന്നത്. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ച് മീൻ എന്ന് പറയുന്നത് എന്താണ്? മീൻ ഇസ് ഈക്വൽ ടു n into p അല്ലേ? p is the probability of success and n is the number of trials. And variance എന്ന് പറയുന്നത് എന്താണ്? variance is equal to npq. ഈ രണ്ട് ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ച് മീൻ എന്ന് പറയുന്നത് np ആണ്, വേരിയൻസ് എന്ന് പറയുന്നത് npq ആണ്. ഇത് രണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മീനും നമുക്ക് np തന്നിരിക്കുന്നതിനെയാണ് 8 അല്ലെ? ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. വേരിയൻസ് തന്നിരിക്കുന്നതിനെയാണ് വേരിയൻസ് ഈസ് ഈക്വൽ ടു 4, ദാറ്റ് ഈസ് ഈക്വൽ ടു npq. ഇക്വേഷൻ 2. ഇനി നമ്മൾ ഇക്വേഷൻ 2-നെ ഇക്വേഷൻ 1 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കിയേ. അപ്പൊ npq ബൈ np നമുക്ക് എന്താ കിട്ടണേ? 4/8. അപ്പൊ npയും np ക്യാൻസൽ ചെയ്തു, 4ഉം 8ഉം ക്യാൻസൽ ചെയ്തു, 1/2 കിട്ടി. അപ്പൊ ക്യൂവിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയേ? q is equal to 1/2. ക്യൂവിന്റെ വാല്യൂ 1/2 ആണെങ്കിൽ നമുക്കറിയാം പിയും ക്യൂവും കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാണ്? 1 ആണ്. therefore പിയുടെ വാല്യൂ എത്രയാണ്? 1/2 കിട്ടി അല്ലേ? പിയുടെ വാല്യൂ 1/2 കിട്ടി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 കാണാനായിട്ട് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല എഴുതണം. NCX P raised to x Q raised to n minus x. അപ്പൊ അതിന് വാല്യൂസ് എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ക്യൂവിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടാത്ത വാല്യൂ ഏതാണ്? എന്നിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടില്ല. എന്നിന്റെ വാല്യൂ കിട്ടണ എന്ത് ചെയ്യണം? np is equal to np എന്നുള്ളത് 8 അല്ലേ? അപ്പൊ n into 1/2 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. അപ്പൊ എന്നിന്റെ വാല്യൂ എത്രയാണ്? 16 എന്ന് വരും. അപ്പൊ എല്ലാ വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ കിട്ടിയ വാല്യൂസ് എല്ലാം 1/1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്ക്. എന്നിന്റെ വാല്യൂ നമ്മൾ 16 c1, പിയുടെ വാല്യൂ 1/2 raised to എക്സിന്റെ വാല്യൂ 1, ക്യൂവിന്റെ വാല്യൂ 1/2, 16 minus 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 എന്ന് കിട്ടും. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 16c1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 തന്നെയാണ്. 1/2 into 1/2 raised to 15, that is 16 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 16 നമുക്ക് 2 raised to 4 എന്ന് എഴുതാം. into 1/2 into 1/2 raised to 15 നമുക്ക് ഇങ്ങനെ എഴുതാം. 2 raised to 4 into 2 raised to 11 അല്ലെ? 2 raised to 4 into 11 എഴുതി കഴിയുമ്പോൾ ഈ 2 raised to 4ഉം ഈ 2 raised to 4ഉം കൂടി നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം അല്ലെ? 2 raised to 4ഉം 2 raised to 4ഉം നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കി എന്തുണ്ട് നോക്കിയേ? ബാക്കി നമ്മുടെ കയ്യില് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1-ൽ നമുക്ക് ഉള്ളത് 1/2 into 1/2 raised to 11 ആണ്. അത് നമ്മൾ കൂട്ടിക്കഴിയുമ്പോൾ എന്താ കിട്ടണേ? 1/2 raised to 12 എന്ന് കിട്ടും. 2 raised to 12 ആൻസർ ഉണ്ടോ? ആൻസർ ഉണ്ട്. ബി എന്നാണ് ആൻസർ കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര കിട്ടി? 1/2 raised to 12 എന്നാണ് ആൻസർ കിട്ടുന്നത്. 1/2 raised to 12. ഈ പ്രോബ്ലത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്താണ്? np is equal to മീൻ. മീൻ എന്ന് പറയുന്നത് np ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് npq ആണ്. മീൻ എന്ന് പറയുന്നത് np ആണ്, വേരിയൻസ് എന്ന് പറയുന്നത് npq ആണ്. അങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ആദ്യം എന്ത് കിട്ടി? ക്യൂവിന്റെ വാല്യൂ കിട്ടി. ക്യൂവിന്റെ വാല്യൂ ഉപയോഗിച്ച് പി കണ്ടുപിടിച്ചു. എങ്ങനെ പി കണ്ടുപിടിച്ചു? p plus q is equal to 1 ആണ്. അപ്പൊ p കിട്ടിക്കഴിഞ്ഞാൽ q കിട്ടിക്കഴിഞ്ഞാൽ p കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞിട്ട് np is equal to 8-ൽ നമ്മൾ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്നിന്റെ വാല്യൂ കിട്ടി. അപ്പൊ നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലുള്ള എല്ലാ വാല്യൂസ് നമുക്ക് കിട്ടി. n കിട്ടി, എക്സ് കിട്ടി, പി കിട്ടി, ക്യൂ കിട്ടി. നമ്മൾ അതിലേക്ക് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 1/2 raised to 12. എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ, എഴുതിയെടുത്തോളൂ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം കേട്ടോ.
Next problem. A Poisson variate. A Poisson variate. X satisfies. X satisfies probability x is equal to 1 equal to probability x is equal to 2. Then കണ്ടുപിടിക്കേണ്ടതാണ് probability of x is equal to 6 is equal to ഇതെത്രയാണ് കണ്ടുപിടിക്കണം. ഇതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 4/45 e raised to minus 2, b 1/45 e raised to minus 1, c 1/9 e raised to minus 2, then d 1/4 into e raised to minus 2, then 1/45 into e raised to minus 2. ഇങ്ങനെ 5 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു പോയിസോൺ വേരിയേറ്റ് സാറ്റിസ്ഫൈസ് വിത്ത് ബൈനോമിയൽ പോയിസോൺ വേരിയേറ്റ് സാറ്റിസ്ഫൈസ് പ്രോബിലിറ്റി ഓഫ് x is equal to 1, പ്രോബിലിറ്റി of x is equal to 2. x is equal to 1 എന്നുള്ള പ്രോബിലിറ്റി x is equal to 2 എന്നുള്ള പ്രോബിലിറ്റിയും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് x is equal to 6 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇവിടെ നമുക്ക് ഒരു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താണ്? പ്രോബിലിറ്റി ഓഫ് x is equal to x എന്ന് പറയുന്നത് എന്താണ്? e raised to minus lambda അല്ലെ? e raised to minus lambda lambda raised to x by x factorial. ഈ ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എ അല്ലെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ ഫോർമുല ഇതാണ്. e raised to minus lambda lambda raised to x by x factorial. ഇവിടെ തന്നിരിക്കുന്നത് x is probability of x is equal to 1 is equal to probability of x is equal to 2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. e raised to minus lambda into lambda raised to 1 divided by 1 factorial. x ന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് e raised to minus lambda lambda square by 2 factorial. ഇതിൽ ലാംഡയും ലാംഡയൊക്കെ ക്യാൻസൽ ചെയ്തു. ബാക്കി ലാംഡ 1 raised to 1. അപ്പൊ നമുക്ക് ഒരു ലാംഡ ക്യാൻസൽ ചെയ്ത് ലാംഡ raised to 1. അപ്പൊ പിന്നെ ഒരു ലാംഡ വന്നു. therefore ലാംഡയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും നോക്കിയേ? ലാംഡ is equal to നമുക്ക് കിട്ടുന്ന ലാംഡയുടെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടും. ലാംഡ is equal to 2. കണ്ടോ? ഇവിടെ നമ്മൾ e raised to minus lambda e raised to minus lambda ക്യാൻസൽ ചെയ്തു. ഒരു ലാംഡ ക്യാൻസൽ ചെയ്തു. അപ്പൊ ലാംഡയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ലാംഡയുടെ വാല്യൂ 2 എന്ന് കിട്ടി. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് x is equal to 6 ആണ് കിട്ടേണ്ടത് അല്ലെ? പ്രോബിലിറ്റി ഓഫ് x equal to 6 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഫോർമുലയില് x equal to 6 e raised to minus lambda ലാംഡയുടെ വാല്യൂ നമ്മൾ 2 എന്ന് കൊടുത്തു ഇൻറ്റു ലാംഡ 2 raised to x ന്റെ വാല്യൂ 6 കൊടുത്തു. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 6 ഫാക്ടോറിയൽ അല്ലെ? 6 ഫാക്ടോറിയൽ. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കിയേ. e raised to minus 2 into 2 raised to 6. 2 raised to 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 raised to 6 എന്ന് പറഞ്ഞാൽ 64 ആണ് അല്ലെ? 64 ആണ്. നമുക്ക് 64 എന്ന് കിട്ടും. താഴെ 6 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 into 5 into 4 into 3 into 2 into 1 ഇതാണ്. അപ്പൊ അതില് 4 3 12 24. അപ്പൊ നമുക്ക് 64ഉം 16 into 4 16 into 4 4 6 24 26. അപ്പൊ ഈ 64ഉം 4 വെട്ടാം 16 കിട്ടും. ഈ 16 2ഉം വെട്ടാം 8 കിട്ടും അല്ലെ? 8 കിട്ടും. അപ്പൊ ബാക്കി നമുക്ക് മുകളിൽ എത്രയോ വന്നെ നോക്കിയും ഈ 8 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെട്ടാൻ പറ്റുമോ? 8 വെട്ടാലോ? 8ഉം ഈ 6 വെട്ടിക്കളയാൻ പറ്റും. അപ്പൊ നമുക്ക് 4 2 വരും. അപ്പൊ 24 8 ഇവിടെ 3 2 6 വരും. അപ്പൊ ബാക്കി സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതൊക്കെ? e raised to minus 2 into അപ്പൊ ന്യൂമറേറ്ററിൽ ബാക്കി എന്തോ ഉള്ളത്? നമുക്ക് 4 എന്നുണ്ട് അല്ലെ? ഈ ന്യൂമറേറ്ററിൽ വരുന്നത് നമ്മൾ 64 സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ താഴെ നമുക്ക് കിട്ടുന്ന ആൻസർ 3 15 15 3 45 വരും. താഴെ നമുക്ക് 45 വരും. 8ഉം മുകളിൽ നമുക്ക് എത്ര കിട്ടുന്നേ? മുകളിൽ നമുക്ക് 4 കിട്ടും. 4. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്?
e⁻² into 4/45. അങ്ങനെ ഒരു ആൻസർ ഇതിലുണ്ടോ? e⁻²/4/45 ഫസ്റ്റ് ആൻസർ ആണ്. 4/45 into e⁻² എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ അതാണ്. നമ്മൾ 64നെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഇവിടെ 6 ഫാക്ടോറിയലിനെ 6 into 5 into 4 into 3 into 2 into 1 എന്ന് എഴുതി. 64ഉം 4ഉം കട്ട് ചെയ്തോ 16 കിട്ടി. ഈ 16 2 വെട്ടിയപ്പോ 8 കിട്ടി. 8 6 നമ്മൾ കട്ട് ചെയ്തപ്പോ 4 3 കിട്ടി. 3 5 15 15 3 45 താഴെ വരും. മുകളിൽ എത്ര വരും? 4 വരും. അപ്പൊ e⁻² into 4/45 ആണ് ഇതിന്റെ ആൻസർ. എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ, എഴുതിയെടുത്തോളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഒരു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ഫോർമുല എന്താണ്? e⁻λ into λ⁻x by x factorial. e⁻λ into λ⁻x by x factorial എന്നുള്ള ഫോർമുലയാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. ആ ഫോർമുല നമുക്ക് ഉണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? x = 1ഉം x = 2ഉം പ്രോബബിലിറ്റി ഓഫ് x = 1ഉം x = 2ഉം തുല്യമാണ് നമുക്ക് തന്നിരിക്കുന്നു. അപ്പൊ അതിൽ വെച്ചിട്ട് അത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാംഡയുടെ വാല്യൂ കിട്ടും. ലാംഡയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രോബബിലിറ്റി x = 6 കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? വെറുതെ ഫോർമുലയിൽ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, എല്ലാവരും എഴുതിയെടുക്കുക. ഇനി അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് പ്രോബ്ലം എന്താണെന്ന് നോക്കിയേ. എല്ലാവരും ചെയ്ത് പഠിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് ഗുണമുള്ളൂ. ഇഫ് എ ആൻഡ് ബി ആർ two events such that P of A intersection B is equal to 0.72. P of A intersection A union B is equal to 0.72. P of A intersection B is equal to 0.18. P of B complement is equal to 0.9. Then കണ്ടുപിടിക്കേണ്ടത് എന്താണ്? P of A ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ആൻസേഴ്സ് എന്തൊക്കെ തന്നിരിക്കുന്നത്? 0.6, 7, 0.8, 0.9. അപ്പൊ അടുത്ത പ്രോബ്ലം നോക്കുക. എയും ബിയും രണ്ട് ഇവന്റ്സ് സച്ച് ദാറ്റ് പി എ യൂണിയൻ ബി തന്നിട്ടുണ്ട്, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട്, പി ഓഫ് ബി കോംപ്ലിമെന്റ് 0.9 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പി ഓഫ് എ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പി ഓഫ് ബി കോംപ്ലിമെന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പി ഓഫ് ബി കാണാൻ പാടില്ലേ? പി ഓഫ് ബി കാണുന്നത് എങ്ങനെയാ? 1 - പി ഓഫ് ബി കോംപ്ലിമെന്റ് അല്ലെ? പി ഓഫ് ബിയും പി ഓഫ് ബി കോംപ്ലിമെന്റും കൂട്ടിയാൽ 1 കിട്ടും. അപ്പൊ ആ ഫോർമുല വെച്ച് പി ഓഫ് ബി കാണാം. 1 - പി ഓഫ് ബി കോംപ്ലിമെന്റ് എത്രയാണ്? 0.9 ആണ്. അപ്പൊ 1 - 0.9 അല്ലെ? 1 - 0.9 നമുക്ക് എത്ര കിട്ടും? 0.1 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് പി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് എ യൂണിയൻ ബിയുടെ ഫോർമുല എന്താണ്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലെ? ആ ഫോർമുലയില് പി ഓഫ് എ യൂണിയൻ ബിയുടെ വാല്യൂ നമുക്ക് അറിയാലോ. എത്രയാണത്? 0.72. പി ഓഫ് എയുടെ വാല്യൂ നമുക്ക് അറിയില്ല, അത് അങ്ങനെ ഇടാവും. നോക്ക്, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബിയുടെ വാല്യൂ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 0.1. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ വാല്യൂ നമുക്കറിയാം 0.18. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? പി ഓഫ് എ ആണ് കിട്ടേണ്ടത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 0.72 ഇതിനെ ഇങ്ങോട്ട് എടുക്കാം 0.1, ഇതിനെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം 0.18. അപ്പൊ അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ 0.72ഉം 0.18ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 9 0.9 വരും. 0.9 നിന്ന് 0.1 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടണേ? 8. അപ്പൊ ആൻസർ എത്ര കിട്ടി? 0.8. 0.8 എന്നുള്ള ആൻസർ ഉണ്ടോ നോക്കിയേ.
ആൻസർ ഉണ്ട്, സി ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തില് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുല എന്താണ്? പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇവിടെ പി ഓഫ് ബി നമുക്ക് അറിയില്ല, പി ഓഫ് ബിക്ക് പകരം പി ഓഫ് ബി കോംപ്ലിമെന്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ പി ഓഫ് ബി കോംപ്ലിമെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? പി ഓഫ് ബി കാണാനായിട്ട് 1 മൈനസ് പി ഓഫ് ബി, 1 മൈനസ് പി ഓഫ് ബി കോംപ്ലിമെന്റ് ഉപയോഗിച്ച് പി ഓഫ് ബി കണ്ടുപിടിക്കുക. അങ്ങനെ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പി ഓഫ് എയുടെ ആൻസർ 0.8 ആൻസർ കിട്ടും. എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട്. നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ വളരെ സ്ലോ ആക്കി പതുക്കെ കാണണം കേട്ടോ. വെറുതെ ഓടിച്ച് കാണരുത്. വളരെ സ്ലോവില് പേപ്പർ എടുത്ത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതും കൊണ്ടുള്ളൊക്കെ ഗുണം കിട്ടുള്ളൂ കേട്ടോ. ശരി, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. 4ാമത്തെ പ്രോബ്ലം, 4th പ്രോബ്ലം. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് the events A and B are such that P of A is equal to 1/4, P of A given by B is equal to 1/2, P of B given A is equal to 2/3, then P of A is 1/6, 1/3, 2/3, 1/2. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നോക്കുക. Given that the events A and B are such that P of E തന്നിട്ടുണ്ട്, P of A by B തന്നിട്ടുണ്ട്, P of B by A തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P of A കണ്ടുപിടിക്കണം, പ്രോബബിലിറ്റി ഓഫ് A കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം P of B given by A, അതിന്റെ ഫോർമുല എന്താണ്? P of A intersection B divided by P of A എന്നാണ് ഫോർമുല. ഇതില് നമുക്ക് എന്താ തന്നിരിക്കുന്നത്? P of B given by A തന്നിട്ടുണ്ട്, P of A നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ P of B given by A എന്താണ്? 2/3 ആണ്. P of A intersection B തന്നിട്ടില്ല, A intersection B by P of A നമുക്ക് തന്നിട്ടുണ്ട് 1/4 എന്നാണ്. അപ്പൊ P of A intersection B എന്ന് പറയുന്നത് എന്താണ്? 2/3 into 1/4 അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? നമ്മൾ 2/3 into 1/4, നമുക്ക് 2ഉം 4 നമ്മൾ ക്യാൻസൽ ചെയ്തു, നമുക്ക് കിട്ടുന്ന ആൻസർ 1/6. കണ്ടോ? P of A intersection B എന്നുള്ളത് 1/6 കിട്ടി. നമുക്ക് എന്തായാലും കിട്ടേണ്ടത് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ആണ് കിട്ടേണ്ടത്. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബൈ ബി എന്നുള്ള ഫോർമുല കൊടുക്കാം. ഇവിടെ നമ്മൾ ആദ്യം കൊടുത്ത ഫോർമുല ഏതാണ്? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ ബൈ എ ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ ബൈ എയുടെ ഫോർമുല എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് എ. ഇനി നമ്മൾ കൊടുക്കാൻ പോണ ഫോർമുല എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബൈ ബി. എ ഗിവൺ ബൈ ബിയുടെ ഫോർമുല എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്നാണ്. ഇനി നോക്കാം, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്നാണ് അല്ലെ. പി ഓഫ് ബി എന്നാണ്. അപ്പൊ അതിൽ നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ given that P of A തന്നിട്ടുണ്ട്, P of A by B തന്നിട്ടുണ്ട്, P of B by A തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് ബി. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബൈ ബി നമുക്കറിയാം, അതിന്റെ ആൻസർ 1/2 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് പ്രോബബിലിറ്റി എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിച്ചു. അതിന്റെ ആൻസർ എത്രയാണ്? 1/6 ആണ് പ്രോബബിലിറ്റി ഓഫ് ബി അല്ലെ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 1/2 into probability of B is equal to 1/6 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. പ്രോബബിലിറ്റി ഓഫ് ബി സമം എത്രയായിരിക്കും? നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബി is equal to ഈ 2 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 2/6 എന്ന് വരും.
therefore 1/3 എന്ന് കിട്ടും. 1/3 എന്നുള്ള ആൻസർ ഉണ്ടോ നോക്കിയേ, ആൻസർ ഉണ്ട്. ഏതാണ് ആൻസർ? ബി. അപ്പൊ അതിന്റെ ആൻസർ എത്ര കിട്ടി? 1/3 കിട്ടി. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഭവം ഏതാണ്? പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ബിയുടെ പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് ബി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ ബൈ എ ആ ഫോർമുല കൊടുത്തു. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ ബൈ എയുടെ ഫോർമുല എഴുതുന്നത് എങ്ങനെയാണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് എ എഴുതുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ അടുത്ത പോയിന്റിൽ എന്താ ചെയ്തത്? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബൈ ബി ആ ഫോർമുല എന്താണ്? പ്രോബബിലിറ്റി എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. അവിടെ നമ്മൾ പ്രോബബിലിറ്റി എ ഗിവൺ ബൈ ബി അതിന്റെ ആൻസർ നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ്? 1/2 ആണ്. എ ഇന്റർസെക്ഷൻ ബി ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു, 1/6 ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി മാത്രം വന്നിട്ടുള്ളൂ. അതിൽ നിന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോ നമുക്ക് ആൻസർ എത്ര കിട്ടി? 1/3 കിട്ടി. അപ്പൊ എല്ലാവരും എഴുതിയെടുക്കുക. നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ഡെയിലി ഇങ്ങനെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ട്. ഓരോ ചാപ്റ്ററിലെ വീഡിയോസ് ആണ്. ഇതിനു മുമ്പ് ടീമിന് ചോദിച്ച ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നത്. നിങ്ങളത് സ്ലോലി വാച്ച് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ വളരെ സീരിയസ് ആയിട്ട് നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം സമയമുണ്ട്. കീം 2022 കടക്കാനായിട്ട് ഒരുപാട് സമയമുണ്ട്. അതിനുള്ളിൽ നമുക്ക് ധാരാളം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നമുക്ക് പരിചയപ്പെടാം. അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തന്ന ആ NCERT ടെസ്റ്റിന്റെ എക്സസൈസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇതും വെച്ചിട്ട് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് എൻട്രൻസ് പരീക്ഷ എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പൊ എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടി ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ.